അക്ബർ സാഹിബിന്റെ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു ജിഹാദ് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അക്ബർ സാഹിബ് പഴയ വീഡിയോകൾ അല്ലെങ്കിൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്ന കലാപരിപാടി ഇപ്പം വലിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. കാര്യമായിട്ട് അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പഴയ വീഡിയോസ് എടുക്കുന്നു, അതിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം മുറിച്ചെടുക്കുന്നു, അതിന് പുതിയ ആധുനികമായ ഒരു തംബ്നെയിൽ ഉണ്ടാക്കുന്നു, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നു. പുതിയ വീഡിയോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ എന്താണ് ജിഹാദ്, ഇസ്ലാമിലെ ജിഹാദിന്റെ വകഭേദങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്ന മെത്തേഡിൽ ഇസ്ലാമിലെ ജിഹാദ് എന്താണ് എന്ന് അക്ബർ സാഹിബ് ക്ലാസ് എടുക്കുകയാണ് ഇന്ന്. ആ ക്ലാസ് ആണ് നമ്മൾ കേൾക്കുന്നത്. നമ്മളൊരു വിദ്യാർത്ഥിയെ പോലെ അത് കേൾക്കുന്നു, നമുക്ക് തോന്നുന്ന ചില സംശയങ്ങൾ പറയുന്നു, നമ്മൾ കണ്ടിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അതോടൊപ്പം അക്ബർ സാഹിബ് പറയുന്ന ചില ബോധപൂർവം പറയുന്ന കളവുകൾ ഈ മതവിശ്വാസികളും സാധാരണ മതവിശ്വാസികളും മതപ്രബോധകരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വിശ്വാസികളിൽ പലരും ചില കാര്യങ്ങൾ പറയുന്നത് അവർ അത് അങ്ങനെയാണെന്ന് ധരിച്ചിട്ടാണ്. ഇപ്പൊ ഇസ്ലാം സമാധാനമാണ് എന്ന് വിചാരിക്കുന്ന, സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യർ ഇസ്ലാമിനകത്ത് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിന്റെ കടലാണ് എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന, ഇസ്ലാം എന്ന് പറയുന്ന മതം അത്രയും സമാധാനമാണ് എന്ന് ശരിക്കും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതിന്റെ വസ്തുത എന്താണ് എന്നുള്ളത് അവർക്ക് അറിയില്ല. കാരണം അവർ ഖുർആൻ വായിച്ചിട്ടില്ല, അവര് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അതിന്റെ ഫിഖ്ഹി ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ധാരണയില്ല, ചരിത്രത്തിൽ എന്തൊക്കെയാണ് മുഹമ്മദും കൂട്ടരും ചെയ്തു കൂട്ടിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ധാരണയില്ല. അതുകൊണ്ട് അവര് അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ മറ്റൊരു കൂട്ടം ആളുകൾ മനഃപൂർവ്വം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് കളവ് പറയും. അതാണ് ഇസ്ലാം മത പ്രബോധകരുടെ വ്യത്യാസം. വിശ്വാസികളെ സംബന്ധിച്ച്, സാധാരണ വിശ്വാസികളെ സംബന്ധിച്ച് അവർ അതങ്ങനെയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ, പ്രബോധകരെ സംബന്ധിച്ച് അവരത് അങ്ങനെയാണെന്ന് വരുത്തി തീർക്കുകയും യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുകയും സത്യങ്ങളെ മൂടിവെക്കുകയും കളവ് പറയുകയും ചെയ്യും. അതാണ് അക്ബർ സാഹിബ് ഈ വീഡിയോയിൽ എല്ലാ സ്ഥലത്തും ചെയ്യുന്നതിനും സമാനമായ രീതിയിൽ ഇസ്ലാമികമായി, ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ ഉള്ളതിന് വിരുദ്ധമായി, മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഉള്ളതിന് വിരുദ്ധമായി, എന്തൊക്കെയാണ് അവർ നിർദ്ദേശിച്ചതും പ്രവർത്തിച്ചതും അതിനൊക്കെ വിപരീതമായി ഇന്നത്തെ കാലത്തെ ആളുകളോട് പറയാൻ പറ്റുന്ന കോലത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ തെറ്റിദ്ധരിച്ചതുപോലത്തെ ഒരു ഇസ്ലാമാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്ന് ആളുകളെ, കേൾവിക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന പണിയാണ് അക്ബർ സാഹിബ് ചെയ്യുന്നത്. അതേ സംഭവം തന്നെയാണ് ഇവിടെ ജിഹാദ് എന്താണ് എന്തല്ല എന്ന വിഷയത്തിലും അക്ബർ സാഹിബ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷാജഹാൻ. എൻ്റെ ചോദ്യം, ഇസ്ലാം പഠിപ്പിക്കുന്ന ജിഹാദ് എന്താണ്? ഇന്ന് ഇസ്ലാമിന്റെ പേരുള്ള ആൾക്കാർ കാണിക്കുന്നതൊക്കെ ഈ ജിഹാദിൽ പെടുന്നു. വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ജിഹാദ്, ഇസ്ലാമിലെ ജിഹാദ് എന്താണ്? ഇന്ന് ജിഹാദിന്റെ പേരും പറഞ്ഞ് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ജിഹാദിൽ പെടുന്നു. നമുക്ക് അക്ബർ സാഹിബിന്റെ ഉത്തരത്തിലേക്ക് പോകാം. പരിശുദ്ധ ഖുർആനിൽ ജിഹാദിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് ആയത്തുകളുണ്ട്. ആ ആയത്തുകളെല്ലാം പല രൂപത്തിലുള്ള ജിഹാദുകളെ കുറിക്കുന്നുണ്ട്. പഴയ കാലത്തുള്ള പണ്ഡിതന്മാർ തന്നെ ജിഹാദുകളെ വർഗീകരിച്ചെല്ലാം പഠിച്ചിട്ടുണ്ട്. ജിഹാദുൻ നഫ്സ്, ജിഹാദു ദിഫാ, ഇങ്ങനെ പലതും. ജിഹാദ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അത് ത്യാഗ പരിശ്രമം എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ കഴിയുന്ന ഒരു പദമാണെന്ന് പറയാം. ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രയാസപ്പെട്ട് പരമാവധി പണിയെടുക്കുന്നതാണ് ജിഹാദ് എന്ന് പറയാം. നേരെ പച്ചയായി മനസ്സിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ. അതെ, അപ്പൊ ത്യാഗ പരിശ്രമം എന്ന വളരെ മനോഹരമായ ഒരു പദമായിട്ടാണ് ജിഹാദ് നേർക്കുനേർ മലയാളത്തിലേക്ക് ആക്കിയാൽ കിട്ടുക എന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം. ഇസ്ലാമില്, ഖുർആനില് ജിഹാദിനെ കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. ജിഹാദിലേക്ക് പ്രേരിപ്പിക്കുന്ന നിരവധി ആയത്തുകളുണ്ട് എന്ന് അക്ബർ സാഹിബ് പറയുന്നു. എന്നാൽ എന്താണ് ജിഹാദ് എന്നിടത്തേക്ക് ജിഹാദിന്റെ വാക്യാർത്ഥം എന്ന് പറഞ്ഞാൽ ത്യാഗപരിശ്രമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ സാഹിബ് പറയാൻ ശ്രമിക്കുന്നത്, ജിഹാദ് എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തോടും സ്വന്തം ഇച്ഛകളോടും മാത്രമുള്ള ജിഹാദാണ്, അല്ലെങ്കിൽ അതിനോടുള്ള സമരമാണ്, പോരാട്ടമാണ് എന്നാണ്. അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു ഭാഗമാണ്, വേറെയും ചില കാര്യങ്ങളുണ്ട്, എന്നാൽ അതൊന്നും നമ്മളിവിടെ ബാധകമല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന അല്ലെങ്കിൽ ലോകത്ത് കാണുന്ന ജിഹാദ് എന്ന് പറയുന്ന ഒന്നും യഥാർത്ഥത്തിൽ ജിഹാദ് അല്ല എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം പറയട്ടെ. ഒരാൾ മുസ്ലിം ആകുന്നതോടുകൂടി ഒരാൾ ജിഹാദ് ആരംഭിക്കുന്നുണ്ട്. ആ ജിഹാദ് സ്വന്തത്തോടുള്ള ജിഹാദാണ്. ഒരാൾ ഇന്നലെ വരെ മുസ്ലിം അല്ലാതിരുന്ന ഒരാൾ, അയാളുടെ ഒരുപാട് ഇച്ഛകൾ ആഗ്രഹിക്കുന്ന പലതും അയാൾ ചെയ്തിട്ടുണ്ട്. അത് ഇച്ഛകളോട് പോരാടി നിലനിൽക്കുക എന്നുള്ളതാണ് അയാളുടെ ഒന്നാമത്തെ ജിഹാദ്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ദൈവികമായിട്ടുള്ള ഒരു കൽപ്പന അനുസരിച്ച് ദൈവമാണ് അല്ലെങ്കിൽ അള്ളാഹുവാണ് യഥാർത്ഥ ദൈവം എന്ന് മനസ്സിലാക്കി ഒരാള് ആ ദൈവം പറഞ്ഞതിനനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തെന്നാണ് ഇച്ഛകളോട് പോരടിക്കാനുള്ളത്? അത് ഉൾക്കൊണ്ടിട്ടല്ലേ ഇസ്ലാമിലേക്ക് ഒരാൾ വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ആളുകൾ അവരുടെ സ്വന്തം ഇച്ഛകളോട്, ഇസ്ലാം ആവുന്നതിന് മുമ്പ് അയാൾ ചെയ്തിരുന്ന കുറെ തിന്മകൾ പിന്നെയും ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അയാൾ മുസ്ലിമായി പോയല്ലോ എന്നതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല.
അതുകൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യും. കൺട്രോൾ ഇതാണ് ജിഹാദ് എന്നാണ് അക്ബർ സാഹിബ് പറയുന്നത്. അക്ബർ സാഹിബ് അതിനൊരു ഉദാഹരണം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വിശ്വാസിയും ജീവിക്കുന്നത്, ഓരോ വിശ്വാസിയും ദൈനംദിനം അനുവർത്തിക്കുന്ന ജിഹാദിന്റെ കാഠിന്യം എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അക്ബർ സാഹിബ് പറഞ്ഞ കുറേ ഉദാഹരണങ്ങളിൽ നിന്ന് ഒരു ഉദാഹരണം മാത്രം നിങ്ങൾ കേട്ടോളൂ. സ്വന്തം താല്പര്യങ്ങളോട് പോരാടുക. ഇണയല്ലാത്ത സ്ത്രീകളെ കാണുമ്പോൾ താല്പര്യം തോന്നുന്നുണ്ട്, അവിടെ മനസ്സിനെ ശക്തമായി പിടിച്ചു വെക്കൽ, കണ്ണിനെ താഴ്ത്തി വെക്കൽ, അത്തരം വൃത്തികേടുകളിലേക്ക് നോക്കാതിരിക്കൽ, ഇത് എല്ലാം ജിഹാദാണ്, സ്വന്തത്തോട് ചെയ്യുന്ന ജിഹാദാണ് എന്നർത്ഥം. എന്തൊരു കഷ്ടപ്പാടല്ലേ. സ്വന്തം ഇണയല്ലാത്ത ഒരു സ്ത്രീയോട് കാണുമ്പോൾ അവരോട് ഭയങ്കരമായിട്ട് ഇത് തോന്നുന്നുണ്ട് ഇവർക്ക്, എന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്ത് വെക്കൽ വലിയ ജിഹാദ് തന്നെയാണ്. എജാതി ജിഹാദ് അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ റോട്ടിൽ പുറത്തിറങ്ങി നടക്കുമ്പോൾ, വണ്ടിയിൽ മീൻസ് ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അപ്പുറം ഇപ്പുറം ഇരുന്ന ആൾക്കാർ എത്രത്തോളം ജിഹാദ് ചെയ്യുന്നുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ജിഹാദ് എന്താന്ന് വിശദീകരിക്കുകയാണ് ഉസ്താദ്. അപ്പൊ വല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെയാണ് ഈ മുസ്ലിമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ. അല്ല, എനിക്ക് സംശയം എന്താ വെച്ചാൽ ഇത്രയും കൺട്രോളുള്ള ജിഹാദ് ചെയ്യുന്ന വിശ്വാസികളുടെ ഇടയിൽ പിന്നെന്തിനാണ് ഇവരെ പർദ്ദ ഇടിയിക്കുന്നത്? ജിഹാദിന്റെ കാഠിന്യം കുറക്കാനാ? ജിഹാദ് എത്ര കഠിനമായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നു അത്രയും നിങ്ങൾക്ക് കൂലി കിട്ടുമല്ലോ. അപ്പൊ പിന്നെ എന്തിനാണ് നിങ്ങൾ സ്ത്രീകളെ ഇങ്ങനെ ജിഹാദിനുള്ള അവസരം ഒഴിവാക്കുന്ന തരത്തിൽ മൂടിക്കെട്ടി കൊണ്ടു നടക്കുന്നത് എന്നൊരു കാര്യം സംശയമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഉദാഹരണം കൊള്ളാം അക്ബർ സാഹിബ്. നിങ്ങളൊക്കെ പിന്നെ കൺട്രോൾ ചെയ്യണതിൻ്റെ ഒരു എഫേർട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ. സോറി, ചിരിക്കണം എന്ന് വിചാരിക്കുന്നില്ല, ചിരി വന്നു പോവാണ് ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ, ക്ഷമിക്കാം. പിന്നീട് ആദർശം പ്രബോധനം ചെയ്യുക എന്നത് വലിയ ജിഹാദാണ്. അത് വലിയ ത്യാഗം ആവശ്യമുള്ള പ്രവർത്തനമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ ഖുർആൻ 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 52-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഖുർആൻ കൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് ചെയ്യുക. ഖുർആൻ കൊണ്ട് ചെയ്യേണ്ട ജിഹാദ് ഏതായിരുന്നാലും ബോംബും കൊല്ലലും ഒന്നും അല്ലാന്ന് എല്ലാവർക്കും അറിയാലോ. ആ വലിയ ജിഹാദ് ഖുർആനിലെ ആശയങ്ങൾ ആളുകളിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ജിഹാദാണ്. ആശയ പ്രചരണം എന്ന ആശയ പ്രബോധനം എന്ന ജിഹാദാണ്. ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യാന്ന് പറഞ്ഞാല് ഖുർആൻ കൊണ്ട് ഇപ്പൊ എന്തായാലും ബോംബ് തോക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ്. ഖുർആനിന്റെ ആശയം പ്രബോധനം ചെയ്യാൻ വേണ്ടിയുള്ള ജിഹാദ്, അത് ജിഹാദാണ് എന്ന് പറയുന്നു. അതല്ലേ ലോകത്ത് നടക്കുന്ന ജിഹാദ്? ആ ജിഹാദി പ്രവർത്തനം തന്നെയല്ലേ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തുടങ്ങി വെച്ച ജിഹാദ്? അല്ലാതെ അവിടെ ദീനില്ലാത്തോണ്ടാ? ദീന് പ്രബോധനം ചെയ്യാൻ ആളില്ലാത്തോണ്ടാ? അവിടെ ഇസ്ലാം ഇല്ലാതിരുന്നത് കൊണ്ടാണോ, മുസ്ലിങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ടാണോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അറേബ്യയിലെ മണ്ണിൽ ജിഹാദ് നടത്തിയത്, പോരാട്ടം നടത്തിയത്, രക്തരൂക്ഷിതമായിട്ടുള്ള വിപ്ലവം നടത്തി അക്രമം നടത്തിയത്, നരനായാട്ട് നടത്തിയത് ദൈവത്തിന്റെ ഭാഗമായിട്ടാണോ? അല്ലല്ലോ. യഥാർത്ഥ ഇസ്ലാം സ്ഥാപിക്കാൻ വേണ്ടി ഖുർആനിലുള്ളത് അതുപോലെ മുഹമ്മദ് നബി ചെയ്തത് എന്താണോ അതുപോലെ പ്രവർത്തിച്ചയാളാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സലഫി അല്ലെങ്കിൽ വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്ന ഇവരുടെ ഷെയ്ഖ് ആയിട്ടുള്ള മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അപ്പൊ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ചെയ്തത് ഖുർആൻ കൊണ്ടുള്ള ജിഹാദാണ് എന്ന് പറഞ്ഞാൽ, ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട് ആളുകളെ കഴുത്തു വെട്ടുക എന്നല്ല, ഖുർആനിൽ പറഞ്ഞതുപോലെ ചെയ്യാന്നാണ് അല്ലേ. ഖുർആനിൽ പറഞ്ഞ ആശയം നാട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് എത്തിക്കിട്ടിയവർ ഖുർആനിൽ പറഞ്ഞതുപോലെ ജീവിതത്തിൽ പ്രവർത്തിക്കുക എന്നൊരർത്ഥം കൂടിയില്ലേ അക്ബർ സാഹിബെ? അതും ജിഹാദിന്റെ ഭാഗമായിട്ട് വരില്ലേ? അപ്പൊ കേവലം പ്രബോധനം, ആശയപ്രചരണം മാത്രമാണ് ജിഹാദ് എന്ന് പറയാൻ കഴിയോ? ഇല്ല, അത് മാത്രമല്ല എന്ന് അക്ബർ സാഹിബ് തന്നെ പറയുന്നുണ്ട്. കേട്ടോളി. എന്നാൽ അവിടെ നിൽക്കുന്നുണ്ടോ? ഇല്ല. ഈ ആശയപ്രചരണം വഴി ഒരാൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അയാൾക്ക് മുസ്ലിം ആകുവാനുള്ള അവകാശം ഉണ്ടാകണം. ആ അവകാശം ഒരു നാട് നൽകുന്നില്ല. അയാൾക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമില്ല, ഇസ്ലാമിക പ്രബോധനത്തിനുള്ള അവകാശം ലഭിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഇസ്ലാമികമായ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ അവകാശമുള്ള നാട്ടിലെ ആളുകൾ അവർക്ക് വേണ്ടി സമരം ചെയ്യേണ്ടതുണ്ട്. അതും ജിഹാദാണ്. ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കാം. കേവലമായിട്ടുള്ള ആശയപ്രചരണമല്ല. ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയത്തെ പ്രചരിപ്പിക്കാൻ ഏതെങ്കിലും ഒരു അനിസ്ലാമിക പ്രദേശത്ത് സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണെങ്കിൽ, ഒരു പ്രദേശത്തേക്ക് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ അവിടുത്തെ ആളുകൾ അതിന് അനുവദിക്കുന്നില്ലെങ്കിൽ, ആ പ്രബോധന സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനാവശ്യമായി യുദ്ധം ചെയ്യാം. ഇനി അങ്ങനെ പ്രബോധനത്തിൽ ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആ മതം അനുസരിച്ച് അയാളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം അവിടെ നിഷേധിക്കപ്പെടുകയാണ് എങ്കിൽ അപ്പോൾ ജിഹാദ് ചെയ്യാം. ഇങ്ങനെ ഒരാൾ ഇസ്ലാമിന്റെ ആദർശം മനസ്സിലാക്കി അതിലേക്ക് വരികയും അത് കഴിഞ്ഞിട്ട് ഈ വ്യക്തിക്ക് ആ ആശയം പറയാനും പ്രചരിപ്പിക്കാനുള്ള അവകാശവും കൂടി വകവെച്ച് കൊടുക്കുകയും വേണം. ഈ 3 കണ്ടീഷൻസ് പാലിക്കാത്ത പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അത്തരം ജനവിഭാഗങ്ങളോട്
സായുധമായ സമരം ചെയ്യേണ്ടത് ഈ പ്രദേശത്തിന് പുറത്തുള്ള ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങളായ വിശ്വാസികളുടെ നിർബന്ധ ബാധ്യതയായിട്ട് വരും. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ ഇസ്ലാം എന്താ കോലാണ്. ഇനി ഇതേ സാധനം അപ്പൊ നിങ്ങൾ വിചാരിക്കും അതിപ്പോ വലിയ പ്രശ്നമില്ലല്ലോ, ആശയം പ്രചരിപ്പിക്കുക, അതൊക്കെ ഇപ്പൊ എന്താ പ്രശ്നം എന്നായിരിക്കും. എന്നാൽ ഇതേ അവകാശം ഇസ്ലാമിക സമൂഹങ്ങളിൽ മറ്റു മതസ്ഥർക്ക് ഇസ്ലാം വകവെച്ച് കൊടുക്കുവോ? കൊടുക്കില്ല. ഇസ്ലാമുമായിട്ട് ജീവിക്കുന്ന ഒരാൾ ഇസ്ലാമിക സമൂഹത്തിനകത്ത് അയാൾ മറ്റൊരാശയം സ്വീകരിക്കുകയാണ്, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ആശയം ഉപേക്ഷിക്കുകയാണ്, അങ്ങനെ ഉപേക്ഷിച്ച് അയാൾക്ക് പുതിയൊരു ആശയം സ്വീകരിച്ച് ജീവിക്കാനുള്ള അവകാശം ഇസ്ലാമിക രാജ്യത്ത് ആരെങ്കിലും അനുവദിച്ചു കൊടുക്കുവോ? കൊടുക്കില്ല. അനിസ്ലാമിക പ്രദേശത്ത് അല്ലെങ്കിൽ ജനാധിപത്യ സമൂഹങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരാൾ മതം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തെ മാറ്റി ഇസ്ലാം ഉപേക്ഷിച്ചു, അയാൾ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ തുടങ്ങി, അയാൾ ഇസ്ലാമിനെതിരെ പ്രചരണം നടത്താൻ തുടങ്ങി, അല്ലെങ്കിൽ അയാൾ ചെല്ലുന്ന ആ വ്യക്തി സ്വീകരിക്കുന്ന മറ്റൊരു ആശയത്തെക്കുറിച്ച് പ്രചരണം നടത്തുകയാണെങ്കിൽ അത്തരം ആളുകളെ കുറിച്ച് ഇവരുടെ കാഴ്ചപ്പാട് എന്താണ്? അവൻ കൊല്ലപ്പെടേണ്ടവനാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇസ്ലാമിന് ലോകത്ത് എവിടെയും പോയിട്ട് ആശയപ്രചരണം നടത്താനുള്ള സ്വാതന്ത്ര്യം വേണം. അവിടെ ഇസ്ലാമികമായ എല്ലാ നിയമങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. ഈ ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്ക് പിന്നീട് അത് അടുത്ത ഭാഗത്തേക്ക് പ്രചരിപ്പിക്കാനും അത് പ്രബോധനം നടത്താനുള്ള സ്വാതന്ത്ര്യം വേണം. ഈ 3 സ്വാതന്ത്ര്യങ്ങളും ഏതൊരു ജനതയും ഏതൊരു പ്രദേശവും ഏതൊരു രാജ്യവും ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന് വകവെച്ച് കൊടുക്കണം. എന്നാൽ ഇസ്ലാമിന് സ്വാധീനമുള്ളിടത്തോ ഇസ്ലാമിന് സ്വാധീനമില്ലാത്ത പ്രദേശങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിനകത്തോ ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും ഒരു ആശയത്തെ പ്രചരിപ്പിക്കാനോ ഇസ്ലാം ഉപേക്ഷിച്ച് ആർക്കെങ്കിലും പുറത്തു പോകാനോ ഇസ്ലാമികേതരമായ ഒരു ആശയത്തെ അതിനെക്കുറിച്ച് സംസാരിക്കാനോ പ്രചരിപ്പിക്കാനോ ഉള്ള അവകാശം കൊടുക്കൂല. അത്തരം ആളുകളെ കൊല്ലണം എന്ന നിയമം നടപ്പിലാക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് താനും. ഇതാണ് ഇസ്ലാമും അനിസ്ലാമികമായിട്ടുള്ള ലോകവും തമ്മിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം. വളരെ ലളിതമാണ്. ഇതിനേക്കാളും സിമ്പിളായിട്ട് ഇത് പറഞ്ഞുതരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആർക്കും. ഇത്രയും ഇതിനെയാണ് നമ്മൾ ഇസ്ലാമും ഇസ്ലാമികേതരവും എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ആലോചിക്കുക, ഏതാണ് മാനവികത, ഏതാണ് ജനാധിപത്യ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുന്നത്, ഏത് മതമാണ് സമാധാനം? ഇസ്ലാമികേതരമായ ഒരാശയവും പ്രചരിപ്പിക്കാൻ ഇസ്ലാമിന് സ്വാധീനമുള്ളിടത്തോ ഇസ്ലാമിന് ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നിടത്തോ ഇസ്ലാമിന് ഭരണമുള്ള തീരെയും അനുവദിക്കില്ല. അതിന് അവർ മരണശിക്ഷ വിധിക്കുകയും ഇസ്ലാമിന് ലോകത്തെല്ലായിടത്തുമുള്ള സമൂഹങ്ങളിൽ ലോകത്തെല്ലായിടത്തുമുള്ള ജനവിഭാഗങ്ങളിൽ എല്ലാ രാഷ്ട്രങ്ങളിലും സ്വതന്ത്രമായി പ്രചരണത്തിനും പ്രബോധനത്തിനും അവകാശം വേണം എന്ന് വാശി പിടിക്കുകയും ചെയ്യും. ഇതാണ് ഇസ്ലാമിന്റെ ഒരു രൂപം. ഇതിനുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെ ഒരു ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ്, ഫാസിസ്റ്റ് മനോഭാവമാണ്, ഇസ്ലാം ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതാണ്. ഇനി ഇതിനു വേണ്ടി ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക്, ഞാൻ പറഞ്ഞു വന്നത് ഇതായിരുന്നു, ഇസ്ലാമികേതരമായ പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ മുഹമ്മദ് മദീന കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള മുഴുവൻ അക്രമങ്ങളുടെയും കൊള്ളകളുടെയും അധിനിവേശങ്ങളുടെയും ന്യായമായി പറഞ്ഞിരുന്നത് ആ പ്രദേശങ്ങളിലുള്ള വിശ്വാസികൾക്ക് അല്ലെങ്കിൽ അവിടെ വിശ്വാസത്തിന് പ്രചരിപ്പിക്കാൻ അവകാശം നിഷേധിക്കുന്നു, അവിടെ ഇസ്ലാമായവർക്ക് മുസ്ലിങ്ങളായിട്ട് ശരിയായ രീതിയിൽ ജീവിക്കാൻ അവിടെ അവകാശം നിഷേധിക്കുന്നു, അതുകൊണ്ട് അത് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള പോരാട്ടമാണ്, അതുകൊണ്ട് ഇസ്ലാമിക സമൂഹം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യണം, ആ പ്രദേശത്തെ കീഴടക്കി ഇസ്ലാമികമാക്കി മാറ്റണം. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് മുഹമ്മദ് തൻ്റെ എല്ലാ കൊള്ളകളെയും ന്യായീകരിച്ചിരുന്നത്. മുഹമ്മദിന്റെ അവസാന കാലഘട്ടത്തിൽ എഴുതിയിരുന്ന കത്തുകൾ വളരെ രസകരമായിട്ടുള്ള കത്തുകളാണ്. ഒരുപാട് ദൂരെയൊക്കെയുള്ള രാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് കത്തെഴുതുക, ഈ കത്ത് അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്നുള്ളതാകുന്നു, ഈ കത്ത് കിട്ടിയാൽ നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് വരണം, അങ്ങനെയെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിന് കീഴൊതുങ്ങണം, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കയറി നിറങ്ങും. ഇതാണ് കത്ത്. ഇസ്ലാം പ്രബോധനം ചെയ്താൽ മാത്രം പോരാ, ഇസ്ലാമിന്റെ ആധിപത്യത്തെ അംഗീകരിച്ചു കൊടുക്കുക എന്നത് ഇസ്ലാമികേതരമായ സകല സമൂഹങ്ങളുടെയും നിർബന്ധ ബാധ്യതയാണെന്നും അതിന് വഴങ്ങാത്തവരെ ശക്തി ഉപയോഗിച്ച് നേരിടുകയും ചെയ്യുക എന്ന് പറയുന്നതും ജിഹാദിന്റെ ഭാഗം തന്നെയാണ്. അത് അക്ബർ സാഹിബ് ഇച്ചിരി നേർപ്പിച്ച് പറയുന്നു എന്നുള്ളൂ. അതിന് തെളിവുണ്ട്. ജിഹാദ് ക്ലാസ് അക്ബർ സാഹിബ് ഇന്ന് പറയാതെ വിട്ടുപോയതല്ല, മൂടി വെച്ചതും അക്ബർ സാഹിബ് വളച്ചൊടിച്ചതുമായ ജിഹാദിന്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം നമുക്ക് നാളെ ഒരു പുസ്തകം വായിച്ചുകൊണ്ട് പരിശോധിക്കാം. അത് നമുക്ക് നാളെ ചെയ്യാം. എന്തായാലും അക്ബർ സാഹിബ് ബാക്കി പറയട്ടെ. അത് ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ജിഹാദാണ്. അതിന് പറയാ ഖിത്താൽ എന്നാണ്. ഖിത്താൽ എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്, ആയുധം ഉപയോഗിച്ചുള്ള ജിഹാദാണ്. അതെ, ഇതേ രീതിയിൽ മറ്റുള്ള മനുഷ്യർ ജീവിക്കുന്ന പ്രദേശത്ത് ഇസ്ലാമികമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇസ്ലാം ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി അവിടെ ഇസ്ലാമികമായ ജീവിതം സാധ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സായുധ സമരം നടത്തേണ്ടത് ആ പ്രദേശത്തിന് പുറത്തുള്ള
ഇസ്ലാമിക സമൂഹത്തിന്റെ ഭരണകൂടങ്ങളുടെ ബാധ്യതയാണ് എന്നാണ് അക്ബർ സാഹിബ് പറഞ്ഞത്. ഈ ഭാഗം നിങ്ങളൊന്ന് ഓർത്തു വെച്ചോ, നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആവശ്യം വരും. അതാരാ ചെയ്യേണ്ടത്? അത് ചെയ്യേണ്ടത് ഭരണമാണ്, ഭരണകൂടമാണ്. ഭരണത്തിന്റെ ഏർപ്പെട്ടിട്ടുള്ള ആരാണോ ഭരണാധികാരി അവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ് മുസ്ലിമിന്റെ മാതൃക. പ്രവാചകൻ നീണ്ട 13 വർഷക്കാലം മക്കയിൽ ജീവിച്ചു. അവിടെ സഹിക്കാത്ത പീഡനങ്ങളില്ല, പ്രയാസങ്ങളില്ല. ഈ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ചപ്പോഴൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധമെടുത്തില്ല. ആയുധമെടുക്കാമായിരുന്നു, വേണമെങ്കിൽ പോരാടാമായിരുന്നു അവിടുത്തെ ആളുകളുമായി. അങ്ങനൊന്നും ചെയ്തില്ല. വിവരം അറിയായിരുന്നു മുഹമ്മദ് നബി മക്കയിൽ പോരാടാൻ വേണ്ടി ആയുധം എടുത്തിരുന്നെങ്കിൽ. 4-3-7 ആള്, നമ്മളിപ്പോ നമ്മളെ കളിയാക്കി പറയുന്നത് പോലെ 4-3-7 ആളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ കാര്യം. പിന്നെ അവിടെ സഹിക്കാത്ത പീഡനങ്ങളില്ല, അവിടെ ഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ വലിയ എതിർപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന കഥകൾ നമ്മൾ ഇഷ്ടം പോലെ ഇവിടെയൊക്കെ വായിച്ചതായതുകൊണ്ട് ഞാൻ അതിനെ ആവർത്തിക്കുന്നില്ല. ചുരുക്കി പറയാം, മുഹമ്മദിന് ആഗ്രഹമുള്ള പോലെ വിശ്വസിക്കാനും മുഹമ്മദിന് ഇഷ്ടമുള്ള രീതിയിൽ ആശയപ്രചരണം നടത്താനും മക്കയിൽ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല എന്ന് ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ നമ്മളോട് പറയും. ഇവരെഴുതി വെച്ച ഇന്നത്തെ നമുക്ക് ലഭ്യമായ ഇസ്ലാമിക ചരിത്രങ്ങളിൽ ഇസ്ലാമികമായ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇവരിപ്പൊ പറഞ്ഞ ഈ 3 കാര്യങ്ങളും അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കൂ എന്ന് വാശി പിടിച്ചപ്പം മുഹമ്മദിനെ ആരും അവിടെ തലവെട്ടണം, അവൻ മുർത്തദ്ദാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. മുഹമ്മദിനെ നാട് കടത്തണം എന്ന് അവിടെ ആരും പറഞ്ഞിട്ടില്ല. മുഹമ്മദിൻ്റെതായ രീതിയിലുള്ള ആരാധനകൾ നടത്താൻ അവിടെ ആരും മുഹമ്മദിനെ ഉപദ്രവിച്ചിട്ടില്ല, അവിടെ അവകാശം നിഷേധിച്ചിട്ടില്ല. പകരം മുഹമ്മദിന്റെ പ്രശ്നം എന്തായിരുന്നു? മുഹമ്മദിന്റെ പ്രശ്നം മറ്റുള്ളവർ ആരാധിക്കുന്നത് നിർത്തണം എന്നതായിരുന്നു. അത് രണ്ടും വ്യത്യാസമുണ്ട്. അക്ബർ സാഹിബിന് അറിയാത്തതൊന്നുമല്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. മക്കയിൽ മുഹമ്മദ് പീഡനം അനുഭവിച്ചു, പ്രയാസം അനുഭവിച്ചു, ദുരിതം അനുഭവിച്ചു എന്ന് പറയുന്നത് എന്ത് ചെയ്തതിനാണ്? മുഹമ്മദിന് ഇഷ്ടമുള്ള മതം സ്വീകരിച്ചതിനോ, മുഹമ്മദിന്റെ മതം അവിടെ പ്രചരിപ്പിച്ചതിനോ, മുഹമ്മദിന്റെ ജീവിതം മതപരമായി മുഹമ്മദിന്റെ വിശ്വാസം അനുസരിച്ച് ജീവിച്ചതിനോ അല്ല. പകരം മുഹമ്മദ് മറ്റുള്ളവരുടെ ആരാധനാമൂർത്തികളെ അപമാനിച്ചു, മറ്റുള്ളവരുടെ ആരാധനകളെ ചോദ്യം ചെയ്തു, അവരത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, അവരത് നിർത്തണം, മുഹമ്മദിന്റെ മതം സ്വീകരിക്കണം എന്നവരോട് നിർബന്ധം പിടിച്ചു. അതല്ലാത്തതിനെയൊക്കെ മുഹമ്മദ് നിശിതമായി വിമർശിച്ചു, പരിഹസിച്ചു, അവഹേളിച്ചു, അപമാനിച്ചു. എന്നിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കണം, നൂറ്റാണ്ടുകളായിട്ടൊരു ജനസമൂഹം ആരാധന നടത്തി വരുന്ന ഒരു ആരാധനാലയത്തെ ചുറ്റിപ്പറ്റി അതിനകത്തുള്ള വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ആരാധനാ സമ്പ്രദായങ്ങളെയും ഒക്കെ അപമാനിച്ച്, അവഹേളിച്ച്, ആക്ഷേപിച്ച്, തെറി പറഞ്ഞുകൊണ്ട് അവിടെ വിഹരിച്ച മുഹമ്മദ് 13 വർഷം മക്കയിൽ കഅബയ്ക്ക് ചുറ്റും മുഹമ്മദ് സ്വസ്ഥമായി ജീവിച്ചു എന്ന് പറയുമ്പോൾ മക്കയിലുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ മുശരിക്കുകളെന്നും ജാഹിലുകളെന്നും ഇവർ വിളിച്ചാക്ഷേപിക്കുന്ന മനുഷ്യരുടെ ജനാധിപത്യ ബോധം, സഹിഷ്ണുതയും എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വേറെ പുറത്തെവിടെയും പോണ്ട, ഇസ്ലാമിക ചരിത്ര പുസ്തകങ്ങൾ. എന്നിട്ട് പറയാ അവിടെ വേണമെങ്കിൽ യുദ്ധം ചെയ്യായിരുന്നു എന്ന്. വിവരം അറിയായിരുന്നു. യുദ്ധം ചെയ്യാൻ എന്താ മുഹമ്മദിന്റെ കയ്യിലുണ്ടായിരുന്നത്? 13 കൊല്ലത്തെ പ്രബോധനത്തിലൂടെ ഇസ്ലാമിന് 100-ലധികം ആളുകൾ, 100ഓളം ആളുകൾ എന്ന് പറയാം. അത് തന്നെ കുറെ ആളുകൾ, അവരുടെ ഭാര്യമാര്, കുട്ടികൾ, ആശ്രിതരും അടിമകളും ഒക്കെ ചേർന്നിട്ടാണ് ഈ സംഘം. മുഹമ്മദിനോട് കോംപ്രമൈസിന് വേണ്ടി മക്ക ഖുറൈശികൾ മുന്നോട്ട് വന്നിരുന്നു പലപ്പോഴായിട്ട്. അതിന്റെ കാരണം ഇതേ ഗ്രന്ഥങ്ങളിലുണ്ട്. എന്താ? മുഹമ്മദിനോട് ഞങ്ങളെ ദൈവങ്ങളെ ചീത്ത വിളിക്കുന്നു എന്ന് നിർത്താൻ പറയണം. അവരുടെ ദൈവങ്ങളെ ആക്ഷേപിക്കുന്നതും പരിഹസിക്കുന്നതും അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് മുഹമ്മദിന്റെ മുമ്പിൽ അവർ ഉപാധികൾ വെച്ചത് എന്ന് ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ, ഇസ്ലാമിക ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് കിട്ടും. പുറത്തൊന്നും വേണ്ട. എന്നിട്ട് ഇപ്പൊ ഇത് എങ്ങോട്ടാ പറഞ്ഞു പോകുന്ന അറിയോ? ജിഹാദ് ചെയ്യണം, പക്ഷെ അത് നമ്മൾ ചെയ്യരുത്, ഭരണാധികാരി ചെയ്യണം. അതാണ് മുഹമ്മദ് നബി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മുഹമ്മദ് നബി മക്കയിൽ ഭരണാധികാരി ആയിരുന്നില്ല, അതുകൊണ്ട് ജിഹാദ് ചെയ്തില്ല. മദീനയിലെത്തി ജിഹാദ് ചെയ്തു. ഇതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അക്ബർ സാഹിബ് പറയുന്ന ഓരോ കളവുകളും അവിടെ കട്ട് ചെയ്ത് പറഞ്ഞു പോകാന്നുള്ളതാണ്. കാരണം ഒരു നുണകളുടെ മാലപ്പടക്കാണ്. അപ്പൊ അത് ഓരോന്ന് പൊട്ടിക്കഴിയുമ്പോൾ അത് പറഞ്ഞു തന്നെ പോകാം, അല്ലെങ്കിൽ എല്ലാം കൂടെ ഇത് പറഞ്ഞു തീരൂല. അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ, ഓരോ ശ്വാസത്തിലും ഓരോ കളവുകൾ എന്ന രീതിയിലാണ് ഇവിടുന്ന് അങ്ങോട്ട് അക്ബർ സാഹിബ് പറഞ്ഞു പോകുന്നത്. പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ പോയി. എന്തിനാ പോയത്? മദീന നാട് ഇഷ്ടപ്പെട്ടിട്ടല്ല. ജനിച്ച് ജീവിച്ച് വളർന്ന സ്വന്തം നാട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്തത് അവിടെയൊന്ന് ആദർശമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയാണ്. ഈ ആദർശം ധൈര്യമായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. 4 കാര്യങ്ങളാണ് പറഞ്ഞത്, 4ഉം കളവാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? അവിടെ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. എന്തിനാ പോയത്? ഇദ്ദേഹം പറയുന്നു എന്തിനാണ് പോയത്? നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോയത് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയാതെയാണ്. എല്ലാം ഉപേക്ഷിച്ചു പോയി എന്ന ഒന്നാമത്തത്. എന്തുപേക്ഷിച്ചു പോയിന്ന? മക്കളെയൊക്കെ അവിടെ കല്യാണം കഴിഞ്ഞ മക്കൾ ഉപേക്ഷിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം.
വേറെ എന്തുണ്ടായിരുന്നു ഉപേക്ഷിച്ച് പോകാൻ? അവിടെ വലിയ സമ്പത്ത് ഉണ്ടായിരുന്നു, മണിമാളികകൾ ഉണ്ടായിരുന്നു, കുന്നുകൂടുന്ന സ്വത്തുണ്ടായിരുന്നു, കോട്ടകൊത്തളങ്ങൾ ഉണ്ടായിരുന്നു, കൊട്ടാരം ഉണ്ടായിരുന്നു. എന്തുപേക്ഷിച്ച് പോയിന്നാ? അങ്ങനെ ഇവിടെ പിന്നെ പറയുന്നത് അവിടെ ആശയം അനുസരിച്ച് ആദർശം അനുസരിച്ച് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് പോയിന്നാ. കളവ്. ഞാനീ പറഞ്ഞല്ലോ 13 കൊല്ലം മുഹമ്മദ് ഇഷ്ടം പോലെ ജീവിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടായതും മുഹമ്മദിനോട് അവർ എതിർപ്പ് പ്രകടിപ്പിച്ചതും മുഹമ്മദിനോട് അവർ വിമർശനം ഉന്നയിച്ചതും ഒറ്റപ്പെട്ടതെങ്കിലുമായിട്ടുള്ള മുഹമ്മദിന് നേരെയുള്ള കയ്യേറ്റ ശ്രമങ്ങൾ, ചെറിയ തരത്തിലുള്ള കശപിശകൾ ഉണ്ടായതും ഒക്കെ മുഹമ്മദ് അവരുടെ വിശ്വാസത്തെ ചീത്ത വിളിക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തതിനു വേണ്ടി മാത്രമാണ്. അപ്പം ആശയം അനുസരിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടല്ല, ആശയം പ്രചരിപ്പിക്കാൻ അവിടെ അവകാശം നിഷേധിച്ചത് കൊണ്ടല്ല, ഒന്നും അവിടെ ഉപേക്ഷിച്ച് പോയതല്ല. മുഹമ്മദ് എന്തിനാ പോയത്? ഇനി അക്ബർ സാഹിബ് തന്നെ ഒരു ഭാഗത്ത് പറഞ്ഞൊപ്പിക്കുമ്പം മറ്റൊരു ഭാഗത്ത് പ്രശ്നമായി വരും. ഞാനത് പറഞ്ഞുതരാം. പ്രവാചകൻ അവിടെ പോയി, അവിടെ സമൂഹത്തിന് നേതൃത്വം ഏറ്റെടുത്തു. പ്രവാചകൻ ആ നാട്ടുകാർ സ്വീകരിച്ചു. അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, അവിടെ ജൂതന്മാരുണ്ടായിരുന്നു, മുസ്ലിങ്ങളല്ലാത്ത ആളുകളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി പ്രവാചകനെ സ്വീകരിക്കുകയും പ്രവാചകനെ നാട്ടിന്റെ ഭരണാധികാരിയാക്കുകയും ചെയ്തു. ഈ പറഞ്ഞത് അത്രയും നുണയാണ്, കളവാണ്. വിശ്വാസികൾ പോയി അന്വേഷിക്കണം, പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസികൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് വിചാരിക്കും. അവര് സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾക്ക് ചിലപ്പം ഇതിങ്ങനെയൊക്കെയാണ്, ഇവരിങ്ങനെ പറഞ്ഞു കേട്ട് അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അക്ബറിന് അറിയാം ഇതിങ്ങനെയല്ല എന്ന്. അക്ബർ സാഹിബിന് അറിയാത്തത് കൊണ്ടല്ലല്ലോ ഈ പറഞ്ഞത് മുഴുവൻ കളവാ. എന്താ? അവിടെ മുഹമ്മദ് നബി പോയി, അവിടെ അവര് നാടിന്റെ നേതൃത്വം ഏറ്റെടുത്തു. അവിടെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളും അമുസ്ലിങ്ങളും ജൂതന്മാരും വരെ ചേർന്ന് മുഹമ്മദിനെ സ്വീകരിച്ചു, നാടിന്റെ ഭരണാധികാരിയാക്കി. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നുണയാണ്. മുഹമ്മദിനെ അവിടെ സ്വീകരിച്ചത്, മുഹമ്മദ് അവിടെ അതിനു മുൻപ് പലായനത്തിന് മുമ്പുള്ള 2 തുടർച്ചയായ വർഷങ്ങളിലൂടെ മദീനയിലുണ്ടായിരുന്ന 2 ഗോത്രത്തിലെ ഏതാനും ചില ആളുകളുമായിട്ടുണ്ടായ ഒരു ചെറിയ അഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് മദീനയിലേക്ക് വരുന്നു. മുഹമ്മദിൻ്റെതായിട്ടുള്ള ചില ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി മക്ക കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലേക്ക്, കഅബയുടെ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് മുഹമ്മദിനെ മക്കയിൽ പയറ്റിയ 13 കൊല്ലത്തെ തന്ത്രങ്ങളും പാളി. 13 കൊല്ലവും അവിടെ ഉണ്ടായിരുന്ന ആശ്രയങ്ങൾ, ഖദീജയും അതേപോലെ തന്നെ അബൂ താലിബും മരണപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് മാറി റീലൊക്കേറ്റ് 13 കൊല്ലൊക്കെ ഒരു ഭാഗത്ത് പ്രബോധനം നടത്തി ഒന്നും ആവുന്നില്ലെങ്കിൽ വേറൊരു സ്ഥലം നോക്കി പോവുക എന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു റീലൊക്കേഷൻ മാത്രമാണ് അത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതിന് തന്നെ 2 വർഷത്തെ കരാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ കരാറുകളിൽ മുഹമ്മദിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മദീനയിൽ നിന്ന് വന്ന ആളുകളുമായിട്ട് ചർച്ച ചെയ്യുന്നത് മുഹമ്മദിനെ ജീവിക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആളുകളുടെ പ്രതിനിധികളാണ് എന്നത് മറ്റൊരു തമാശ. അങ്ങനെയാ മുഹമ്മദ് അവിടെ പോയത്. അങ്ങനെ ചെന്ന മുഹമ്മദിനെ ആരും പിടിച്ച് അവിടെ ഭരണാധികാരിയും ആക്കിയിട്ടില്ല. മുഹമ്മദ് ഒരു ഗോത്രം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മുഹമ്മദിന് കിടന്നുറങ്ങാൻ വീടില്ല, ഭക്ഷണം കഴിക്കാൻ വകയില്ല, വസ്ത്രമില്ല, ഒന്നുമില്ല, കൂടെ വന്നവർക്കുമില്ല. അവിടെ ഉണ്ടായിരുന്ന മദീനയിലുള്ള മനുഷ്യർക്കിടയിൽ വീതം വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് സാഹോദര്യം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയും അവരുടെ സമ്പത്തും അവരുടെ വീടും അവരുടെ ജോലിയും ഒക്കെ പകുത്തു കൊടുക്കുകയും അങ്ങനെ എന്തിനു വരെ മുഹമ്മദ് നബി അവരെ പറയുന്നുണ്ട്, നിങ്ങളിൽ 2 ഭാര്യമാരുണ്ടെങ്കിൽ ഒരാളെ എൻ്റെ കൂടെ വന്നവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് വരെ പറയുന്ന ഗതികേടിലാണ് മുഹമ്മദ് അവിടെ ചെല്ലുന്നത്. പിന്നെ അവിടെ ചെന്നിട്ട് ഈ ഗോത്രങ്ങൾക്കിടയിലുള്ള കുടിപ്പകകളുടെയും പ്രശ്നങ്ങളുടെയും കലഹങ്ങളുടെയും ഇടയിൽ ഒരു മധ്യസ്ഥന്റെ റോൾ എടുത്ത് ഒരു ഉസ്താദ് റോള് കളിച്ചിട്ട് അവിടെ മുഹമ്മദ് ഒരു സ്വയം പ്രഖ്യാപിത ഭരണാധികാരിയായി മാറുകയാണ്. ഭരണാധികാരി എന്നൊന്നും പറയാൻ പറ്റില്ല. മുഹമ്മദിനോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങളോട് അവരുടെ നേതൃത്വം സ്വാഭാവികമായിട്ട് മുഹമ്മദിനാണല്ലോ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ അവർ സ്വയം പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഇന്ന ആൾക്കാരോടൊക്കെ ഞങ്ങൾ ഇന്നതുപോലെ പെരുമാറും, ഇതാണ് ഞങ്ങളുടെ തീരുമാനം എന്ന ഏകപക്ഷീയമായ ഒരു രേഖ എഴുതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ജൂതന്മാരും മുഹമ്മദിനെ പിടിച്ച് ഭരണാധികാരിയാക്കിയിട്ടില്ല. ജൂതന്മാരെന്ന് പറയുമ്പം മദീനയുടെ പരിസരത്തിൽ മദീനയിൽ ഉണ്ടായിരുന്ന പ്രബലരായ ജൂതഗോത്രങ്ങളുമായിട്ട് മുഹമ്മദിന് ആ ഘട്ടത്തിൽ ഒരു സന്ധിയുമില്ല, ഒരു കരാറും അവരായിട്ടില്ല. അവരാരും മുഹമ്മദിനെ രാജാവായിട്ടോ നേതാവായിട്ടോ അംഗീകരിച്ചിട്ടുമില്ല. അപ്പൊ അവിടെ ചെന്ന് ഒരു സംഘത്തെ രൂപീകരിച്ചു. മുഹമ്മദിന്റെ കൂടെ ചെന്ന സംഘവും ആ സംഘത്തിന് ആവശ്യം വരുമ്പം മുഹമ്മദിനെ അംഗീകരിക്കുന്ന മദീനയിലെ സംഘവും ഒന്ന് ചേർന്ന് അക്രമത്തിനും യുദ്ധത്തിനും ഒക്കെ ചേരും. പരസ്പരം ആക്രമിക്കില്ല. ആരെങ്കിലും പുറത്തുനിന്ന് വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എതിർക്കും. അങ്ങനെ നമ്മളെല്ലാവരും ഒറ്റ ഉമ്മത്താണ് എന്ന ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്കിടയിലുള്ള ഒരു ഉമ്മത്ത്, ഈ ഉമ്മത്ത് എന്ന കൺസെപ്റ്റ് മദീനയിൽ പോയിട്ട് ചെയ്യുന്നു. ഇതാണ് സംഭവിച്ചത്. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഗോത്രങ്ങൾക്കിടയിൽ ഒരു വ്യത്യസ്ത ഗോത്രം, ഒരു മഹാഗോത്രം നിർമ്മിക്കുന്നതിന് തറക്കല്ലിട്ടു. അത് ഏകപക്ഷീയമായിട്ടാണ്. അവിടെ അല്ലാതെ ഭരണാധികാരിയാക്കി അവിടെ ചെങ്കോലൊന്നും കൈമാറിയിട്ട് ഒരു പൂജാരിയും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം.
ഇപ്പോൾ മദീനയിലെ ഭരണാധികാരിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മദീനയിലെ ഭരണാധികാരി എന്നുള്ള നിലക്ക് അവിടെയുള്ള മുസ്ലിങ്ങളല്ലാത്തവരുടെ, ജൂതന്മാരുടെ എല്ലാവരുടെയും ജീവനും സ്വത്തും എല്ലാം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. മുഹമ്മദ് മദീനയിലും മദീനക്ക് ചുറ്റുമുള്ള ജൂതന്മാരുടെ സ്വത്തും ജീവനും സംരക്ഷിച്ച കഥ കുപ്രസിദ്ധമാണ്. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയേണ്ടി വന്നാൽ പറയും. കാരണം അത് എത്ര പറഞ്ഞാലും ഇവര് ഇസ്ലാം, സമാധാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും മറക്കാതെ ഓർത്തോർത്ത് പറയേണ്ട ചില പേരുകളാണ് മദീനയിലുണ്ടായിരുന്ന ജൂതഗോത്രങ്ങൾ. അവരുടെ സ്വത്തും ജീവനും മുഹമ്മദും കൂട്ടനും സംരക്ഷിച്ചതിന്റെ കോലം ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അരിഞ്ഞു തള്ളി കഴുത്ത്, ഗുഹ്യരോമം മുളച്ചോ എന്ന് നോക്കിയിട്ട് മനുഷ്യരെ മണിക്കൂറുകളോളം നിന്ന് കഴുത്തറുത്ത് തള്ളിയതാണ് മുഹമ്മദ് ജൂതന്മാരുടെ ജീവൻ സംരക്ഷിച്ച കോലം. രാജ്യരാമാനം അവരുടെ കയ്യിൽ കിട്ടുന്ന സമ്പത്ത് പോലും എടുക്കാൻ സമ്മതിക്കാതെ അവിടുന്ന് ഓടിപ്പോകേണ്ടി വന്ന മറ്റൊരു ജൂതഗോത്രത്തിന്റെ കഥ അതും ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട്. അപ്പൊ ജീവനും സ്വത്തും ഒക്കെ ജൂതന്മാരെ സംരക്ഷിച്ച കഥയൊക്കെ എല്ലാവർക്കും അറിയാൻ സാഹിബേ. അങ്ങനെ മുഹമ്മദ് അവിടെ രാജാവായിട്ട് ഇങ്ങനെ വിലസുക. ഇപ്പൊ എന്തിനാ നമ്മളിതൊക്കെ പറഞ്ഞു വന്നത്? എന്താ സംഭവം? ജിഹാദ് രാജാവ് ചെയ്യണം, നേതാവ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അക്ബർ സാഹിബ് ഇത്രയൊക്കെ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത്. നമ്മൾ ഏതാണ്ട് അവിടെ എത്തി. അങ്ങനെയുള്ള മദീന രാജ്യത്തെ തകർക്കാൻ വേണ്ടി മക്കയിലെ പഴയ ശത്രുക്കൾ ഗൂഢാലോചനകൾ നടത്തി. മദീനയെ തകർക്കാൻ സമ്പത്ത് സമാഹരണം നടത്താൻ വേണ്ടി അവർ കച്ചവടത്തിന് പോയി. നുണകളുടെ മാലപ്പടക്കം ഞാൻ വെറുതെ പറഞ്ഞതല്ല. മുഹമ്മദും സംഘവും മദീനയിൽ രൂപീകരിച്ച ഈ സംഘത്തെ തകർക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി മക്കക്കാര് ബദറാണ് ഒരു സംഭവം. അതിനു മുൻപ് ഉഹദ് എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ് മുഹമ്മദിനെ നേരിടണം, മുഹമ്മദിനെ തകർക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി മക്കക്കാർ ആദ്യമായിട്ട് പുറപ്പെട്ടു വരുന്ന സംഭവം. രണ്ട് യുദ്ധമാണ് മുഹമ്മദ് പ്രതിരോധത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അതൊന്ന് ഉഹദാണ്, ഒന്ന് ഖന്തക്കാണ്. അതിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാം. പിന്നെന്താ പറയുന്നത്? മുഹമ്മദിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് മക്കക്കാര് കച്ചവടത്തിന് പോയിരുന്നതെന്ന്. വിവരക്കേട് എന്നൊന്നല്ല ഇതിന് പറയേണ്ടത്. ഇത് വിവരക്കേടാണോ? അല്ലല്ലോ. മുഹമ്മദ് 10-25 വയസ്സിൽ കച്ചവടത്തിന് പോകുമ്പോഴാണല്ലോ ഖദീജക്ക് പ്രണയം തോന്നുന്നത്. അപ്പൊ മുഹമ്മദ് ആരെ തകർക്കാനാണ് കച്ചവടത്തിന് പോയിരുന്നത്? കച്ചവടം എന്ന് പറയുന്നത് മക്കക്കാരുടെ ഉപജീവന മാർഗമായിരുന്നു. അവർ കാലങ്ങളായിട്ട് മുഹമ്മദിന്റെ വാപ്പയും വല്യപ്പയും മിളാപ്പയും മൂത്താപ്പയും ഒക്കെ കച്ചവടക്കാരായിരുന്നു. കച്ചവടത്തിന് പോയിരുന്നു, യാത്രകൾ നടത്തിയിരുന്നു. മുഹമ്മദും ആ തരം യാത്രകളിൽ 10 വയസ്സും 12 വയസ്സൊക്കെ മുതൽ പോയിരുന്നു എന്ന് പറയപ്പെടുന്നു. 25 വയസ്സിൽ ഈ കച്ചവട ആവശ്യത്തിന് കാര്യസ്ഥനായിട്ട് ഖദീജ കണ്ടെത്തിയ ഒരു മുത്തു മുതലായിരുന്നു മുഹമ്മദ്. അവിടെ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇസ്ലാമിന്റെ കോലം. അപ്പൊ ഖദീജയുടെ കൂടെ കച്ചവടക്കാരനായിരുന്ന മുഹമ്മദ്. ഇവര് മുഹമ്മദിനെ തകർക്കാനാണല്ലോ കച്ചവടത്തിന് പോകുന്നത്. ഇനിയോ ഈ കച്ചവടത്തിന് ഉപയോഗിച്ച സമ്പത്ത് ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? അതുകൂടി പറഞ്ഞുതരും. ആ സമ്പത്തിന്റെ സമാഹരണം തന്നെ എങ്ങനെയാണ്? മദീനയിലേക്ക് ഹിജറ പോകുന്നവർ വിട്ടേച്ചു പോയ സ്വത്ത് ഉപയോഗിച്ച് കച്ചവടം നടത്തിയിട്ട് മദീനക്കാരെ തകർക്കുക, മദീന രാജ്യത്തെ തകർക്കുക. എന്തൊക്കെ നുണകളാണ് എഴുന്നള്ളിക്കുന്നതെന്ന് ആലോചിച്ചു. എന്തൊക്കെ നുണകൾ! അബൂ സുഫിയാനും സംഘവും ആ സമ്പത്തിന്റെ കണക്ക് ബദറിന്റെ കഥ പറയുന്ന ഇസ്ലാമിന്റെ ഭാഗങ്ങളിൽ തന്നെ കാണാൻ പറ്റും. അത്രയും സ്വത്ത് വിട്ടിട്ടാണ് മുഹമ്മദും കൂട്ടരും വന്നിരുന്നത്. മുഹമ്മദ് അവിടെ ഉപേക്ഷിച്ചു പോകുന്ന സമ്പത്ത് പലതും അതിനകത്ത് മുഹമ്മദല്ല അവിടെ ഉപേക്ഷിച്ചു പോന്നിരുന്ന ആളുകളെയും വസ്തുക്കളെയും ഒക്കെ പിന്നീട് പല ഘട്ടങ്ങളിലായി മുഹമ്മദ് തന്നെ ആളയച്ച് മക്കയിൽ നിന്ന് തിരിച്ചു കൊണ്ടിരുന്ന കഥ ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട്. ഇതൊക്കെ അവിടെ വെച്ചോണ്ടാ പറയണം. മക്കക്കാരും അബൂ സുഫിയാനും കൂട്ടരും കാലങ്ങളായിട്ട് കച്ചവടം നടത്തിയിരുന്നത് മക്കയിൽ നിന്ന് ഇട്ടിട്ട് പോകുന്ന 60-70 ആളുകളുടെ സമ്പത്തായിരുന്നു പോലും. എന്തൊക്കെയാണ് പറയുന്നത് ആലോചിച്ചു. അങ്ങനെ സമ്പത്ത് ഉണ്ടാക്കി ഇവർ ഉപേക്ഷിച്ചു പോകുന്ന സമ്പത്ത് ഉപയോഗപ്പെടുത്തി കച്ചവടം നടത്തി പൈസ ഉണ്ടാക്കി ഇവരെ തന്നെ തകർക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് പോലും ബദറും ഉഹദും ഉണ്ടായത്. ഇതിനു വേണ്ടി അവർ ശ്രമിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിന്റെ വഹി ലഭിച്ചു. ഇനി തിരിച്ചടിക്കാം. മദീനയിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ പോലും സ്വാതന്ത്ര്യം നൽകില്ല എന്നാണെങ്കിൽ ഇപ്പോൾ രാജ്യമുണ്ട്, രാജ്യത്തിന്റെ അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ ആയുധമെടുക്കുവാൻ നിയതമായ അവകാശമുണ്ട്. ഇനി തിരിച്ചടിക്കാം. അങ്ങനെയാണ് ബദറും ഉഹദും എല്ലാം ഉണ്ടാകുന്നത്. ഇതുപോലെ നുണ പറയാൻ ദഅവ പ്രവർത്തനം നടത്തുന്ന വഹാബികൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും കഴിയും? നിങ്ങൾ ആലോചിച്ചോക്കെ. ഇങ്ങനെയാണോ ബദർ ഉഹദ് ഉണ്ടായത്? ഉഹദ് ഉണ്ടായത് മുഹമ്മദിനോടുള്ള തിരിച്ചടി മറുപടി എന്ന രീതിയിൽ തന്നെയാണ്, സംശയമൊന്നുമില്ല. വന്ന പണി വൃത്തിയായിട്ട് ചെയ്തിട്ടാണ് അവർ പോയത്. അവിടെ മുഹമ്മദ് രക്ഷപ്പെട്ടത് കുതന്ത്രം പ്രയോഗിച്ചിട്ടാണ്. മരിച്ചതുപോലെ അഭിനയിച്ചിട്ടല്ലേ മുഹമ്മദ് ഉഹദിൽ നിന്ന് രക്ഷപ്പെട്ടത്, അല്ലേ? എന്നാൽ ബദർ നടന്നത് എങ്ങനെയാ? ഈ രീതിയിൽ കച്ചവടത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന സംഘങ്ങളെ തടയാനും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാനും പദ്ധതിയിട്ട് ഗൂഢാലോചനകൾ നടത്തി ആളുകളെ നിയോഗിച്ച് പലതരത്തിൽ ശ്രമങ്ങൾ നടത്തി അവസാന ശ്രമം വലിയൊരു കച്ചവട സംഘത്തിലാക്കി മുഹമ്മദ് മാസങ്ങളോളം തമ്പടിച്ച് കാത്തുകെട്ടിക്കിടന്നു. കച്ചവട സംഘം വരുന്നതും കാത്ത്. മുഹമ്മദും സംഘവും ഇതുപോലെ അക്രമം നടത്തുന്നതും കൊള്ള നടത്തുന്നതും അതിനുവേണ്ടി പതിയിരിക്കുന്നതും മനസ്സിലാക്കിയ അബൂ സുഫിയാനും സംഘവും
ഇത് കാര്യം മനത്തറിഞ്ഞ് അദ്ദേഹത്തിന്റെ കച്ചവട സംഘത്തിന്റെ യാത്ര വഴിമാറ്റി വിട്ടു. അങ്ങനെ വഴിമാറ്റി വിടുമ്പോഴും ഉറപ്പൊന്നുമില്ലല്ലോ, ഒരു ചെറിയ വഴി മാറി പോകുമ്പോൾ കച്ചവട സംഘം രക്ഷപ്പെടുന്ന ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിന് സമാന്തരമായിട്ട് വഴിമാറി പോവുകയും ഒപ്പം മക്കയിലേക്ക് ഒരാളെ അത്യാവശ്യമായിട്ട് ദൂതനായിട്ട് പറഞ്ഞയക്കുകയും ചെയ്തു. മുഹമ്മദും സംഘവും നമ്മുടെ കച്ചവട സംഘത്തെ കൊള്ള ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ സമ്പത്ത് സംരക്ഷിക്കാൻ നിങ്ങൾ എല്ലാവരും അവിടുന്ന് പുറപ്പെട്ടു വരണം എന്ന് പറഞ്ഞപ്പം ആ സമ്പത്ത്, മക്കക്കാരുടെ സമ്പത്ത്, അവിടെയുള്ള ഓരോ മനുഷ്യന്റെയും ഒരു ദിനാറോ ദിർഹമോ എങ്കിലും കയ്യിലുള്ളവന്റെ സമ്പത്ത് മുഴുവൻ, മക്കക്കാരായിട്ടുള്ള മനുഷ്യരുടെ മുഴുവൻ സമ്പത്തും ഉൾക്കൊള്ളുന്ന ഒരു കച്ചവട സംഘത്തെ, അല്ലെങ്കിൽ അത്രയും ധനം കയ്യിലുണ്ടായിരുന്ന ഒരു സംഘത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി അവിടെയുള്ള മക്കയിലുണ്ടായിരുന്ന ആളുകൾ, നമ്മുടെ മുതൽ നഷ്ടപ്പെടും, നമ്മുടെ വീട്ടിൽ കള്ളം കയറുന്നു എന്നറിഞ്ഞാൽ നമ്മൾ കല്യാണ വീട്ടിലാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും എടുത്ത ഉടുപ്പിൽ കിട്ടിയ സാധനത്തിൽ വെച്ച് കാച്ചൂലേ, അങ്ങനെ പോകുന്നതാണ് അബൂജഹലും കൂട്ടരും. അല്ലാതെ ഇവര് ബദർ പാട്ടിൽ പാടുന്ന പോലെ പുറപ്പെട്ട ബുജാഹിലുടൻ കിബിർ പൊങ്കിയെളുന്ത് ലിബാസ് ചമയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അബൂജഹൽ യുദ്ധത്തിന് പടയൊരുങ്ങുന്ന ചിത്രമൊക്കെ ഇവരിങ്ങനെ വർണ്ണിക്കും. എന്തിനാത് അറിയോ? മുഹമ്മദും സംഘവും പാവപ്പെട്ട 313 ആള് ഒന്നും ഉണ്ടായിരുന്നില്ല, മറ്റവരവിടെ ഭയങ്കര സംഘടിതമായി തയ്യാറെടുപ്പ് നടത്തി കൃത്യമായ പടയണി ചേർന്ന് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വിജയം അതിന് മാറ്റിക്കൂട്ടാൻ വേണ്ടി നുണ എഴുതുകയാണ്. നുണകൾക്കുമേൽ നുണ. ഇങ്ങനെ നുണകൾ എഴുതി വെച്ച ചരിത്ര പുസ്തകത്തിൽ പോലും ഇല്ലാത്ത നുണകളാണ് അക്ബർ സാഹിബും കൂട്ടർ ഇപ്പൊ പറയുന്നത്. അങ്ങനെ സ്വന്തം സമ്പത്ത് സംരക്ഷിക്കാനും ഉപജീവനാർത്ഥം സ്വസ്ഥമായി സമാധാനമായി കച്ചവട യാത്ര നടത്താനുമുള്ള മക്കക്കാരുടെ അവകാശത്തിനു വേണ്ടി അതിനെ ഭീഷണിയായി നിൽക്കുന്ന ഒരു കൊള്ള സംഘത്തെ തുരത്താൻ വേണ്ടി മാത്രമാണ് മക്കക്കാർ പുറപ്പെട്ടു വന്നത്. അല്ലാതെ ഇത് നടക്കുന്നത് ഹിജ്റ പോയി 2 വർഷത്തിന് ശേഷമാണ്. അതിനിടയിൽ എപ്പോഴും ആരും മുഹമ്മദിനെ വകവരുത്താൻ വേണ്ടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ദൗത്യ സംഘമായി വന്നതായിട്ട് ചരിത്രത്തിൽ രേഖയില്ല. ഇതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ബദറിന്റെ കഥ 2ഓ 3ഓ തവണ പറഞ്ഞതാണ്. എന്നാൽ ബദറിലുണ്ടായ മുഹമ്മദിന്റെ ക്രൂരകൃത്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി, ചോദ്യം ചെയ്യാൻ വേണ്ടി, മുഹമ്മദിനെ നേരിടാൻ വേണ്ടി അവരൊരുങ്ങി വന്നതാണ് ഉഹദ്. അതിലെന്താ സംഭവിച്ചത്? മുഹമ്മദിന്റെ പല്ല് പോയത് ഉഹദിലാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്തൊക്കെ കളികൾ കളിച്ചിട്ടുണ്ട് മുഹമ്മദ് ഉഹദിൽ നിന്ന് ജീവൻ രക്ഷിച്ചെടുക്കാൻ, ചരിത്രത്തിലുള്ളതല്ലേ. എന്നിട്ട് ഉഹദിൽ മുസ്ലിം സൈന്യം കീഴൊതുങ്ങുന്ന അവസ്ഥ വരുമ്പോൾ, അവർ പരാജയപ്പെടുമ്പോൾ, മുഹമ്മദ് മരണം അഭിനയിച്ച് മാറിപ്പോയി, മുഹമ്മദ് മരിച്ചു എന്നൊരു തോന്നലുണ്ടാക്കിയിട്ട് മുഹമ്മദ് രക്ഷപ്പെടുമ്പോൾ അബൂ സുഫിയാനും സംഘവും മദീനയുടെ പ്രദേശത്തേക്ക് മാർച്ച് ചെയ്ത് അവിടുത്തെ പെൺകുട്ടികളെ മുഴുവൻ, അവിടുത്തെ ഗുഹ്യരോമം മുളച്ച ആണുങ്ങളെ കൊന്നൊടുക്കുകയും അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും അവിടുത്തെ സമ്പത്ത് കൊള്ളയടിച്ച് പോവുകയല്ല ചെയ്തത്. മുഹമ്മദിനെയും അബൂ സുഫിയാനെയും താരതമ്യം ചെയ്താൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് കാണാൻ കിട്ടും. അവിടെ ഈ രാജ്യത്തിന്റെ നേതൃത്വം ലഭിച്ചതിന് ശേഷം റസൂലുള്ളാഹി ചെയ്തത്. അപ്പോൾ രാജ്യത്തിന്റെ ഒരു ഭരണാധികാരി മാത്രമാണ് സായുധമായ സമരം ആഹ്വാനം ചെയ്യുന്നതും അതിൽ നയിക്കുന്നതും ഇസ്ലാമികമായ നയമനുസരിച്ച്. ഇത് പറയാനാണ് ഇപ്പൊ ഞങ്ങൾ ഈ കഥയൊക്കെ ഇത്രയും നുണ പറഞ്ഞത്. എന്ത് ജിഹാദ് എന്തായിരുന്നു എന്നുള്ള ചോദ്യം. അതുകൊണ്ട് ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് ഭരണാധികാരി ചെയ്യേണ്ടതാണ്. മുഹമ്മദ് നബി അധികാരം കിട്ടിയതിനു ശേഷം മാത്രമാണ് ജിഹാദ് ചെയ്തത്. ജിഹാദ് തന്നെ പ്രതിരോധമായിട്ടാണ് ചെയ്തത് എന്നൊക്കെയാണ് ഇപ്പം പറഞ്ഞൊപ്പിച്ചത്. ഇനി നമുക്ക് കുറച്ചുകൂടി കേൾക്കാം. അതല്ലാതെ ആർക്കെങ്കിലും ഏതെങ്കിലും ഇന്ത്യയിലെ ഒരു ഗ്രൂപ്പിന് തോന്നുകയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് പ്രയാസമുണ്ട്, അതുകൊണ്ട് നമ്മളെ നായി കളയാം. ഇല്ല, ഇസ്ലാമിൽ അതില്ല. ഇല്ല എന്ന് മാത്രമല്ല, അതിന് ഇസ്ലാം പറയാം ഫിത്ന എന്നാണ്. ഫിത്നയെ പരിശുദ്ധ ഖുർആൻ തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ അതിക്രമമായിട്ടാണ്. തെങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തെങ്ങിൽ കെട്ടിയ കയറും കയറിന്റെ അറ്റത്തെ ആടും അങ്ങനെ പറഞ്ഞു പോകണം അനിൽ മീൻസ് അക്ബർ സാഹിബ്. ഒരു പ്രദേശത്ത് ആളുകൾ ദുരിതം അനുഭവിക്കുമ്പോൾ ആ രാജ്യത്ത് നിൽക്കുന്ന ആളുകൾ അവർക്ക് അവിടെ പ്രശ്നമുണ്ടെന്ന് തോന്നുമ്പോൾ ആ രാജ്യത്ത് നിന്നുകൊണ്ട് ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പാടില്ല. അത് ജിഹാദല്ല, ആ ഫിത്നയാണെന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുഹമ്മദിന്റെ ഭാര്യയായിരുന്ന ആയിഷ ചെയ്തത് ഫിത്നയല്ലേ? ഇസ്ലാമിലെ ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ, മുഹമ്മദിന് ശേഷമുള്ള നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള മുആവിയ ചെയ്തിട്ടില്ലേ ഫിത്ന? ഇനി ഫിത്ന എന്ന് പറയുന്നത് മുസ്ലിം രാജ്യത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ജിഹാദ് ചെയ്താൽ അത് ഫിത്നയാവും. എന്താ ഫിത്ന? ഫിത്ന എന്ന ഖുർആനിന്റെ വിവക്ഷയെ, ഖുർആൻ എന്തിനാണോ ഫിത്ന എന്ന് പറഞ്ഞാൽ അതും ഇദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്യാണ്. ഏറ്റവും വലിയ ഫിത്ന എന്താണ് എന്ന് മൗദൂദി കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഫിത്ന എന്താ? ഷിർക്ക്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കുക. അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കുക എന്നതാണ് ഫിത്നകളിൽ വെച്ച് ഏറ്റവും വലിയ ഫിത്ന. അല്ലാതെ മുസ്ലിങ്ങൾ എവിടെയെങ്കിലും അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ ആ രാജ്യത്തിന്റെ ഭരണം അവർക്കില്ല എന്നതുകൊണ്ട് അതിനെതിരെ പ്രതിരോധിക്കുന്നതും സമരം ചെയ്യുന്ന യുദ്ധത്തിനിറങ്ങുന്നതും ഫിത്നയാണ്, ജിഹാദല്ല. ജിഹാദ് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം അല്ല, ഫിത്ന എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്നൊക്കെയാണ് അക്ബർ സാഹിബ് പറയുന്നത്. എവിടേക്കാ സാഹിബെ പറഞ്ഞു പോണേ?
എത്ര പീഡനമുണ്ടെങ്കിലും എത്ര പ്രയാസമുണ്ടെങ്കിലും ആ പീഡനവും പ്രയാസവും ഇല്ലാതെയാക്കാൻ നിയമപരമായി ശ്രമിക്കുക എന്നല്ലാതെ അങ്ങനെ ഒരു സംഭവമേ ഇസ്ലാമിലില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഒരു തിന്മയുണ്ടെങ്കിൽ അതിനെ നിയമപരമായി നേരിടുക എന്നൊരു സംഗതി ഇസ്ലാമിലില്ല. ഇസ്ലാമിലെ ക്രമം എങ്ങനെ ഞങ്ങൾക്ക് അറിയില്ലേ? വല്ലവനും ഒരു തിന്മ കണ്ടാൽ അതിനെ അവൻ കൈകൊണ്ട് എതിർക്കണം. അതിന് കഴിയില്ലെങ്കിൽ നാക്കുകൊണ്ട്, അതിന് കഴിയില്ലെങ്കിൽ മാത്രമാണ് മനസ്സുകൊണ്ട് വെറുക്കേണ്ടത്. അപ്പൊ ആദ്യം കൈകൊണ്ട്, പിന്നെ നാക്കുകൊണ്ട്, ആദ്യം അടി, പിന്നെ പറച്ചില്, അല്ലെങ്കിൽ ആദ്യം വെട്ട്, അത് കഴിഞ്ഞിട്ട് ചർച്ച. ഇതാണ് ഇസ്ലാമിന്റെ രീതി. നിയമപരമായി രാജ്യത്ത് എവിടെയാണോ ജീവിക്കുന്നത് അവിടുത്തെ നിയമ വഴി തേടിയിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം എന്ന് എവിടുന്ന് കിട്ടിയതാ? പ്രത്യേകിച്ച് ഇസ്ലാമികമല്ലാത്ത ഒരു സംവിധാനത്തിനകത്ത് ഇതൊക്കെയാണ് ഇപ്പൊ പറയാൻ പറ്റുള്ളൂ, ഇതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. നാടിനോട് ആ നാട്ടിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുക എന്ന ഏർപ്പാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഒരു രക്ഷയിൽ ഒരു നാട്ടിൽ ജീവിക്കാൻ എന്നൊരവസ്ഥ വന്നാൽ ആ നാട്ടിൽ നിന്ന് മറ്റ് ജീവിക്കാൻ പറ്റുന്ന ലോകത്തെ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് ഹിജറ പോകാം, അവിടേക്ക് പലായനം ചെയ്യാം. ഹിജറ, ഈ ഹിജറ പ്രധാനമാണ്. കേരളത്തിൽ നിന്ന് ഈ അർത്ഥത്തിൽ ഹിജറ പോയിട്ടുണ്ടോ? ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് ഹിജറ പോകണമോ വേണ്ടയോ? അഭിപ്രായമുണ്ട്. ഇന്ത്യ ഇസ്ലാമികമായി ജീവിക്കാൻ കഴിയുന്ന രാജ്യമാണോ അല്ലേ? സലഫികൾക്കിടയിൽ, വഹാബികൾക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. ഇവിടെ നിന്ന് ഹിജറ പോയിട്ടുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞു, സിറിയയിലേക്കും യമനിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഒക്കെ ഹിജറ പോയ ആളുകളുണ്ട്. IS ചേരാൻ വേണ്ടി മാത്രമല്ല, ഹിജറ പോവുക എന്ന് പറയുന്നത് ഈ ഒരു അവസരത്തിലും പറ്റും. എന്ത്? നമ്മൾ ജീവിക്കുന്നത് ഇസ്ലാമികമായി, എല്ലാ കാര്യങ്ങളും ഇസ്ലാമികമായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരു നാടാണ്, ഒരു പ്രദേശമാണ് എന്ന് തോന്നിയാൽ ഇസ്ലാമികമായി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഹിജറ പോകാം. ഹിജറ പോവാം എന്നല്ല, ഹിജറ പോവണം എന്ന് വാദിക്കുകയും ഹിജറയെ പ്രേരിപ്പിക്കുകയും ഹിജറയ്ക്ക് പ്രോത്സാഹനം നടക്കുകയും അതിന് പരിശീലനം കൊടുക്കുകയും ചെയ്യുന്ന ആളുകളില്ലേ നമ്മുടെ നാട്ടിൽ? ഉണ്ട്. ഇനി ഇങ്ങനെ ഹിജറ പോയാൽ രണ്ടുണ്ട് ഗുണം. ഇങ്ങനെ ഹിജറ പോയി എത്തപ്പെടുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ ഇവരെവിടെ നിന്നാണോ ഹിജറ ചെയ്തു പോയത് അവിടെ ഇസ്ലാമികമായി ജീവിക്കാൻ സൗകര്യമില്ല എന്നാണല്ലോ പറയുന്നത്. ഇസ്ലാമികമായിട്ട് ജീവിക്കാൻ സൗകര്യമില്ലാത്ത ഒരു നാടിനെതിരെ ഇസ്ലാമിന്റെ നാട്ടിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം യുദ്ധം ചെയ്യാൻ പറ്റുമോ? മതപരമായി അക്ബർ സാഹിബ് പറഞ്ഞ യുക്തിക്കനുസരിച്ച് വല്ല തടസ്സമുണ്ടോ? ഒരു തടസ്സമില്ല. കാരണം എന്താ? മുഹമ്മദ് നബി ചെയ്തത് മക്കയിൽ നിന്ന് യുദ്ധം ചെയ്യല്ല, പകരം മദീനയിൽ പോയതിനു ശേഷം അവിടെ ശക്തി സംഭരിച്ച് മക്കയെ ആക്രമിക്കുകയായിരുന്നു. ഞാൻ പറയുന്നല്ല, അക്ബർ സാഹിബ് പറഞ്ഞുതരും. അതല്ലാതെ ഒരു നാട്ടിൽ നിന്നുകൊണ്ട് ആ നാട്ടിനെതിരെ യുദ്ധം ചെയ്യുക എന്നത് ഇസ്ലാം പഠിപ്പിച്ചതേ അല്ല. പ്രവാചകൻ മക്കയിൽ നിന്നുകൊണ്ട് മക്കൾക്കെതിരെ യുദ്ധം ചെയ്തിട്ടില്ല. മദീനയിൽ രാജ്യം സ്വന്തം കൈകളിൽ വന്നതിന് ശേഷം മാത്രമാണ് യുദ്ധം. എങ്ങനെയുണ്ട്? അതുകൊണ്ട് ജിഹാദിന് മുൻപ് ഹിജറ എന്ന ഒരു കടമ്പ കടക്കേണ്ടതുണ്ട് എന്നാണ് ഈ പറഞ്ഞു വെച്ചതിന്റെ ചുരുക്കം. അങ്ങനെ നിർബന്ധമുണ്ടോ? അത് നമ്മൾ വേറെ പരിശോധിക്കും. നിർബന്ധമില്ല. രാജാവ് വേണോ? അമീർ വേണോ? നിർബന്ധമില്ല. അതൊക്കെ ഉണ്ട് എന്നാണ് അക്ബർ സാഹിബ് പറഞ്ഞു ഒപ്പിക്കുന്നത്. പറഞ്ഞു കഴിയട്ടെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും നടക്കുന്ന രൂപത്തിൽ ജിഹാദി എന്ന പേരിൽ നടക്കുന്ന ഭ്രാന്തുകൾ ഇസ്ലാമും പഠിപ്പിച്ചതല്ല. ഇപ്പോൾ തന്നെ നമ്മുടെ സൈനികരെ കൊല്ലാൻ വേണ്ടി ഒരു ആത്മഹത്യ ബോംബ് പോയി പൊട്ടിത്തെറിച്ചത് ജിഹാദായിട്ടാണ് ചില ആളുകൾ പറയാ. യഥാർത്ഥത്തിൽ ജിഹാദായിട്ട് അതിനൊരു ബന്ധമില്ല. ഒന്നാമതായി തന്നെ ജിഹാദിൽ ആത്മഹത്യ എന്ന ഒന്നില്ലേ ഇല്ല. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തെങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തെങ്ങിൽ കെട്ടിയ കയറ്, കയറിന്റെ അറ്റത്തുള്ള ആട്, അല്ലെങ്കിൽ തിരിച്ച് ആടിനെ കുറിച്ച് പറയുമ്പോൾ ആടിനെ കഴുത്തിൽ കെട്ടിയ കയറ്, കയറ് കെട്ടിയ തെങ്ങ്, തെങ്ങിന് മുകളിലുള്ള തേങ്ങ. ഇപ്പൊ നാട്ടിൽ നടക്കുന്ന ഒന്നും ജിഹാദല്ല. ലോകത്തിന്റെ പല ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ജിഹാദുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇസ്ലാമിൽ പറയുന്ന ജിഹാദുമായിട്ട് ഇതിനൊരു ബന്ധമില്ല. കാരണം സൂയിസൈഡ് ബോംബിംഗ് ഇസ്ലാമിലില്ല എന്നാണ്. അപ്പൊ സൂയിസൈഡ് ബോംബിംഗ് അല്ലാത്തതൊക്കെയോ? ഇനി സൂയിസൈഡ് ബോംബിംഗ് തന്നെയോ? കുറച്ചുകൂടി പോ. ആത്മഹത്യ സ്വന്തം തന്നെ തെറ്റാണ്. സ്വയം തന്നെ തെറ്റായ ഒരു സംഗതി ഒരിക്കലും ഒരു നന്മക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല. സ്വന്തമായി തന്നെ തെറ്റായ ഒരു സംഗതി ഒരു നന്മക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. എന്താണ് അക്ബർ സാഹിബ് പറയുമ്പോ? നമ്മളൊക്കെ പണ്ടത്തെ വീഡിയോ ആണെങ്കിലും കട്ട് ചെയ്തിടുമ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മ ഇത് എഡിറ്റ് ചെയ്യുന്ന കുട്ടികളോട് ഒന്ന് പറഞ്ഞു കൊടുക്കണം. സ്വന്തം തന്നെ തെറ്റായ ഒരു കാര്യം, അല്ലെങ്കിൽ ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യം ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടിയാണെങ്കിൽ പോലും പ്രയോഗിക്കാൻ പറ്റൂല എന്നാണ് അക്ബർ സാഹിബ് ഇപ്പൊ പറഞ്ഞു വെക്കുന്നത്. ഹറാമായ കാര്യം യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റില്ല. ആത്മഹത്യ ഹറാമാണ്, ആത്മഹത്യ ചെയ്യാൻ പാടില്ല, ആത്മഹത്യ കുഫറാണ്. അതുകൊണ്ട് ആത്മഹത്യ അനുവദിക്കാത്ത മതമായതുകൊണ്ട് സൂയിസൈഡ് ബോംബിംഗ് ഇസ്ലാമിലില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്ത് നടക്കുന്ന ആ ജിഹാദ് ഒന്നും ജിഹാദല്ല എന്നാണ് അക്ബർ സാഹിബിന്റെ വാദം. എത്ര സിമ്പിൾ അല്ലേ? ഒരാളെ വലിയ ശത്രുവാണെന്ന് വിചാരിക്കുക, ഇസ്ലാമിന് ഭയങ്കര ശത്രുവാണ്, അയാളെ നശിപ്പിക്കണം. അതിനെ ഒരാൾക്ക് മദ്യം കൊടുത്ത് നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. മദ്യം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ മദ്യപാനിയാണ്, അതുകൊണ്ട് അയാൾ ചിലപ്പോൾ അതുകൊണ്ട് നശിച്ചു പോകും എന്നുണ്ടെങ്കിൽ അയാളെ മദ്യം കൊടുത്തിട്ട് നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണത്? ഒരു സാമ്പത്തികമായി ഉയർന്ന ഒരാളാണ്, ഇസ്ലാമിന് ഭയങ്കര ശത്രുവാണ്.
അയാളുടെ അടുത്തുനിന്ന് പലിശ വാങ്ങിയിട്ട് അയാളെ നശിപ്പിക്കാൻ പറ്റുമോ? അയാളൊരു ചൂതാട്ടം നടത്തി നശിപ്പിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ്? സ്വയം തന്നെ ഇതെല്ലാം തിന്മകളാണ്. അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മക്കയിൽ ഉണ്ടായിരുന്ന മനുഷ്യർ, അവരെ മുഹമ്മദിന് പിന്നീട് കീഴ്പ്പെടുത്തേണ്ടതുണ്ട്, ആ പ്രദേശം കീഴടക്കേണ്ടതുണ്ട്, അതുകൊണ്ട് അവരെ തകർക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി കൊള്ള ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പൊ കൊള്ള ഇസ്ലാമിൽ ഹലാലാണോ? ഹറാമല്ലേ? അന്യന്റെ മുതൽ കട്ടെടുക്കുന്നത്, മോഷ്ടിച്ചെടുക്കുന്നത്, മോഷണം, കൊള്ള ഒക്കെ ഇസ്ലാമിൽ ഹറാമല്ലേ? അങ്ങനെയാണെങ്കിൽ ബദറിൽ ഒരു യുദ്ധത്തിലേക്ക് സാഹചര്യങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ്? മക്കക്കാരുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി മുഹമ്മദ് പദ്ധതി ആസൂത്രണം ചെയ്തത് കൊണ്ടല്ലേ? അല്ലേ? അവിടെ മാത്രമാണോ കൊള്ള മുഹമ്മദ് ചെയ്തിട്ടുള്ളത്? ഖന്തക്കിന് ശേഷം, ഖന്തക്കിന്റെ വേറെ കഥയും കൂടി പറയാനുണ്ട്. ഖന്തക്കിന് ശേഷം ദാരിദ്ര്യത്തിലേക്ക് പോയ മുഹമ്മദ് പ്രതീക്ഷിച്ചതിലധികം നീണ്ടുനിന്ന പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാമ്പത്തികമായി ക്ഷീണിച്ചു നിൽക്കുന്ന മുഹമ്മദിന് പെട്ടെന്ന് സമ്പത്ത് കൈക്കലാക്കാനുള്ള സൂത്രം എന്ന രീതിയിലല്ലേ ബനു ഖുറൈളയെ കൂട്ടക്കൊല ചെയ്തതും അവരുടെ സമ്പത്ത് അടിച്ചെടുത്തതും? അല്ലേ? ചരിത്രം നമ്മളോട് വിളിച്ചു പറയുന്നതല്ലേ? അപ്പം ആളുകളെ കൊല്ലാം, അവരുടെ സമ്പത്ത്, അവരുടെ കുട്ടികൾ, സ്ത്രീകൾ, അവരെയൊക്കെ അടിമകളാക്കി പിടിക്കാം, അത് വീതം വെക്കാം, അതൊക്കെ ഹലാലാണ് എന്നല്ലേ പറയുന്നത്? കാരണം ഹറാമായ ഒരു കാര്യം യുദ്ധത്തിന് വേണ്ടിയും യുദ്ധം ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ചെയ്യാൻ പാടില്ല എന്നാണല്ലോ. അപ്പൊ ഇത് ഹലാലാണെന്ന് വരുമോ? അതോ ഹറാമായ കാര്യങ്ങളും യുദ്ധത്തിന് ഉപയോഗിക്കാം എന്ന് വരുമോ? എന്താണ്? ആ സ്വയം തിന്മയായ ഒരു സംഗതി ഒരിക്കലും ഒരു നന്മക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ സ്വയം തിന്മയായ ഒരു സംഗതിയെ നന്മക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് ഇസ്ലാമിലില്ല. അതും തെറ്റാണ്. നേരത്തെ പറഞ്ഞ ഖന്തഖ് യുദ്ധം തോൽക്കും എന്ന ഘട്ടത്തിൽ മുഹമ്മദ് ചതിപ്രയോഗം നടത്തുന്നതിന്റെ ചരിത്രവും ഇസ്ലാമിലുണ്ട്. സഖ്യത്തിലിരിക്കുന്ന രണ്ട് കക്ഷികളെ കളവ് പറയൽ ഇസ്ലാമിൽ ഹലാലല്ലേ? ഹലാലാണോ? ഹറാമല്ലേ? അപ്പൊ തിന്മയല്ലേ കളവ് പറയൽ? ഏഷണി തിന്മയല്ലേ? ആ ഏഷണി യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി മുഹമ്മദ് പ്രയോഗിച്ചിട്ടുണ്ടോ? ഉണ്ട്. ചതി പ്രയോഗിച്ചിട്ടുണ്ടോ? ഉണ്ട്. ശത്രുക്കളെ വകവരുത്താൻ വേണ്ടി നുണ പറഞ്ഞിട്ടുണ്ടോ? ചതിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ യുദ്ധത്തിൽ വിജയം വരിക്കാൻ വേണ്ടി, ലക്ഷ്യം നേടാൻ വേണ്ടി ഇസ്ലാം അനുവദിക്കാത്തൊരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നിലനിൽക്കുമോ? ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ കൊള്ളയും അതിക്രമവും ചതിയും കളവ് പറച്ചിലും ഒക്കെ ഹലാലാണ് എന്ന് പറയേണ്ടി വരും. കാരണം മുഹമ്മദ് ഇതൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇനി ഇസ്ലാം പറയുന്ന ഈ പറയപ്പെടുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഈ ഹറാമാണ്, തിന്മ 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 തിന്മ, ഈ തിന്മകൾ മുസ്ലിങ്ങളോട് ചെയ്യുമ്പോൾ മാത്രം തിന്മയാകുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റു വിഭാഗങ്ങളോട് ചെയ്യാം, പക്ഷെ മുസ്ലിങ്ങളോട് ചെയ്യാൻ പാടില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വിശദമായിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ പറയാം. ഇസ്ലാമിന്റെ സാമൂഹ്യ ബോധമൊക്കെ, സാമൂഹ്യ ധാർമ്മികതയൊക്കെ അതിൽ നമുക്ക് കിട്ടും. അതിൽപ്പെട്ടതാണ് ഈ കൊള്ളയും കൊലയും ഒക്കെ. അതുകൊണ്ട് തന്നെ അത്തരം ആത്മഹത്യാ ബോംബുകൾ എന്ന് പറയുന്നത് ഇസ്ലാമിക സങ്കേത പ്രകാരം പണ്ഡിതന്മാരെല്ലാം, ലോകത്തെ തലമുതിർന്ന മുഴുവൻ പണ്ഡിതന്മാരും അത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. തലമുതിർന്നവരൊക്കെ സൂയിസൈഡ് ബോംബിങ്ങുമായിട്ട് ഇസ്ലാമിന് ബന്ധമില്ലാതെ ചെയ്യാൻ പാടില്ല, തെറ്റാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തലമുതിരാത്ത രണ്ട് മൗലവിമാരെ പേര് ഞാൻ പറയാം. ഒന്ന് സാക്കിർ നായിക്കാണ്, ഒന്ന് നമ്മുടെ യൂസഫ് അൽ ഖർളാവിയാണ്. ഈ രണ്ടുപേരും സൂയിസൈഡ് ബോംബിങ്ങിന് ചില കണ്ടീഷൻസിന് വിധേയമായി അംഗീകരിച്ചിട്ടുണ്ട്. സാക്കിർ നായിക്കിന്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. യൂസഫ് അൽ ഖർളാവിയുടെ ഒരു വീഡിയോ ക്ലിപ്പും ഞാൻ കണ്ടിട്ടുണ്ട്. യൂസഫ് അൽ ഖർളാവി കുറച്ച് കടത്തി പറയുന്നുണ്ട്. സാക്കിർ നായിക്ക് പറയുന്നത് ഒരു അമീറിന്റെ നിർദ്ദേശാനുസരണം യുദ്ധത്തിൽ അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ, ആവശ്യമായ ഒരു സാഹചര്യത്തിൽ, അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ അമീറിന്റെ അനുമതിയോട് കൂടിയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് സാക്കിർ നായിക്ക് പറഞ്ഞ വീഡിയോ ഉണ്ട്. അപ്പൊ അതും പൊളിഞ്ഞു പോയി. ഇനിയോ, കൊല്ലപ്പെടും എന്ന് ഉറപ്പുണ്ടായിട്ടും ചാവേർ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ സൂയിസൈഡ് ബോംബിംഗ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി മനസ്സിലാവുന്ന ചെറിയ സിമ്പിൾ ആയിട്ടുള്ള സാധനം പറഞ്ഞാൽ, ചാവേറായിട്ട് ആളുകൾ ഒരുങ്ങി പുറപ്പെടുക എന്ന സംഭവം ഇസ്ലാമിലില്ലേ? ഉണ്ട്. മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും പറ്റാവുന്നത്ര, മരിക്കുന്നതിന് തൊട്ട് മുൻപ് പറ്റാവുന്നത്ര ആളുകളെ വകവരുത്താം എന്നതിനു വേണ്ടി ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ലേ? മുസൈലിമത്തുൽ കദ്ദാബ് എന്നിവരെ ആക്ഷേപിച്ച് വിളിക്കുന്ന മുസൈലിമ എന്ന് പറയുന്ന വ്യക്തിയെ വകവരുത്താൻ വേണ്ടി വഹിഷിയെ പറഞ്ഞു വിടുമ്പോൾ, വഹിഷി എടുത്തു ചാടുമ്പോൾ എന്തൊക്കെ രീതിയിലാണ് വഹിഷി ആ കോട്ടയ്ക്കകത്ത് എത്തുന്നതെന്നും അവിടെ എന്തൊക്കെ പരാക്രമം കാണിച്ചിട്ടാണ് പുറത്തു വരുന്നത് എന്നും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വഹിഷി പോകുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ എന്നൊക്കെ ആ സംഭവത്തിന്റെ ചരിത്രം വായിച്ചാൽ മനസ്സിലാവും. അത് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായും അവരുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടാകാം, രാഷ്ട്രീയമായ കാരണങ്ങൾ ഉണ്ടാകാം. ആത്മഹത്യാ ബോംബ് ഇസ്ലാം പഠിപ്പിച്ചതൊന്നുമല്ല. ഇസ്ലാം പഠിപ്പിച്ചതൊന്നും അല്ലെങ്കിൽ ഇസ്ലാം ഉപയോഗിക്കാൻ പറ്റില്ല എന്നാ? ഇസ്ലാം പഠിപ്പിച്ചത് മാത്രമേ ഇസ്ലാം ഉപയോഗിക്കുള്ളൂ എന്നാ ആണോ? എന്തൊക്കെയാണ് സാഹിബേ? ചെയ്യുന്നവർക്ക് അതിന്റെ ന്യായം ഉണ്ടാവാം എന്നാണ്. ഉണ്ട്. ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഇസ്ലാം പ്രബോധനം നടത്തുന്നവരും അതിനെ ന്യായീകരിക്കുന്ന പല വീഡിയോ ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോ ഇതേപോലെ ജിഹാദിന്റെ പേരിൽ പലപ്പോഴും നടക്കുന്നത് ഇതേപോലെയുള്ള ഇസ്ലാം പഠിപ്പിച്ചതല്ലാതെ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളാണ്.
അവയൊന്നും ജിഹാദല്ല. ജിഹാദ് എന്നത് വിശുദ്ധമായ പണിയാണ്. അതെ, ഇതൊന്നും ജിഹാദല്ല. ശരിക്കുള്ള ജിഹാദാണ്. അത് വിശുദ്ധമായ ഒരു പ്രവർത്തനമാണ്. എന്താണ് ആ ശരിക്കുള്ള ജിഹാദ്? അക്ബർ സാഹിബ് ഇപ്പൊ പറഞ്ഞ മുഴുവൻ കളവുകളെയും പൊളിച്ചെടുക്കാവുന്ന ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഇസ്ലാമിക പുസ്തകശാലകളിലൂടെ മലയാളത്തിൽ ഇപ്പോഴും അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്ന്, വളരെ ചെറിയ പുസ്തകം. ഞാൻ ഈ പുസ്തകം ഇന്ന് വിശദീകരിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇന്ന് സമയം അധികമായതുകൊണ്ട് നാളെ നമ്മൾക്ക് അക്ബർ സാഹിബ് പഠിപ്പിച്ച ജിഹാദും പുസ്തകത്തിൽ എഴുതി വെച്ച ജിഹാദും എന്താണ് എന്ന് നമുക്ക് അതിൻ്റെ ഒരു താരതമ്യം ചെയ്യണം. ഈ ചെറിയ പുസ്തകമാണെങ്കിൽ പോലും ദഅവത്തും ജിഹാദും എന്ന ഈ പുസ്തകം എത്ര മാരകമായ അപകടകരമായിട്ടുള്ള ഒരു സാധനമാണ് എന്ന് നമുക്ക് നാളെ പരിശോധിക്കാം. ഈ പുസ്തകത്തിൽ പറഞ്ഞതും അക്ബർ സാഹിബ് ഇന്ന് പറഞ്ഞതും വെച്ചിട്ടുള്ള ഒരു താരതമ്യം കൂടി, കാരണം ഇതിനകത്ത് വളരെ കൃത്യമായി ഇസ്ലാമിൽ നിന്ന്, ഖുർആനിൽ നിന്നുള്ള ഉദ്ധരണികളൊക്കെ ചേർത്തുകൊണ്ടാണ് ഇതിൽ ബാക്കി ഭാഗങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അക്ബർ സാഹിബ് പറഞ്ഞതാണോ ശരി, അതോ ഇതിലുള്ളതാണോ ശരി എന്ന് നമുക്ക് നാളെ വിശദമായിട്ട്, ഈ പുസ്തക വായനയാണ് നാളത്തെ ലൈവ് പ്രോഗ്രാം. അതുകൊണ്ട് ഈ പുസ്തകം നാളെ നമ്മൾ പരിശോധിക്കും. അക്ബർ സാഹിബ് ഇന്ന് പറഞ്ഞ കളവുകൾക്കുള്ള ഉത്തരമെല്ലാം ഈ പുസ്തകം നമ്മളോട് പറയും. ഞാൻ ഈ പുസ്തകം മേടിച്ചത് എജുമാർട്ട് എന്ന് പറയുന്ന കോഴിക്കോടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് അബ്ദുൽ അലീം ഇസ്ലാഹി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അതിന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് മറ്റൊരു വ്യക്തിയാണ്. ഇതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം. അക്ബർ സാഹിബ് ഇന്ന് പറഞ്ഞ കാര്യങ്ങളും നിബന്ധനകളും ഒക്കെ ഇസ്ലാമിലെ ജിഹാദിന് ബാധകമാണോ അല്ലേ എന്നാണ് നമ്മൾ നാളത്തെ ലൈവിൽ പരിശോധിക്കുന്നത്. അത് എപ്പോഴാണ് യുദ്ധമായി തീരുക? ഒരു ഇസ്ലാമിക രാഷ്ട്രം ഇസ്ലാമികമായ ഒരു കാരണത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടം യുദ്ധമായി തീരും, അത് ജിഹാദായി തീരും. അത്രയേ ജിഹാദായി തീരൂ എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇസ്ലാമിന്റെ ഭരണം കിട്ടിയ ഇടത്ത് ഇസ്ലാമിക ഭരണാധികാരികൾ ഇസ്ലാമികമായ ലക്ഷ്യം മുൻനിർത്തി നടത്തുന്ന യുദ്ധം, സായുധ സമരം, അക്രമം, അതൊക്കെ ജിഹാദായി തീരും. അതാണ് ജിഹാദായി തീരുക. എന്നാൽ അത് മാത്രമാണോ ജിഹാദ്? അതെങ്ങനെയാ ചെയ്യേണ്ടത്? അക്ബർ സാഹിബ് ഇപ്പൊ പറഞ്ഞ ന്യായങ്ങളൊക്കെ ജിഹാദ് ഇല്ല എന്നോ ഇന്ന് ലോകത്ത് നടക്കുന്നത് ജിഹാദ് അല്ല എന്നോ സ്ഥാപിക്കാൻ പര്യാപ്തമായിട്ടുള്ള ന്യായീകരണങ്ങളാണോ എന്നൊക്കെ നമ്മൾ നേരത്തെ കാണിച്ച പുസ്തകം വെച്ചുകൊണ്ട് നാളെ പരിശോധിക്കാം.